ആക്ഷൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സിന്റെയും അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെയും നേതൃത്വത്തിൽ ചേർത്തലയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ചേർത്തല സിവിൽ സ്റ്റേഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ചേർത്തല താലൂക്ക് ഓഫീസിൽ സമാപിച്ചു. പ്രതിഷേധ ധർണ കേരള NGO യൂണിയൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ബി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി S ജോഷി, ജില്ലാ കമ്മിറ്റി അംഗം PS വിനോദ്, ഏരിയ പ്രസിഡന്റ് M അരുൺ, ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കൗൺസിൽ അംഗം V പ്രസാദ്, V തങ്കച്ചൻ, മേഖലാ സെക്രട്ടറി മനോജ് ഷേണായി തുടങ്ങിയവർ പങ്കെടുത്തു. ശമ്പളവും പെൻഷനും മുടക്കുവാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെയായിരുന്നു സമരം. 5 വർഷത്തിലൊരിക്കൽ ഇവിടെ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയത് പരസ്യമായി ചോദിക്കുകയാണ്. അതുകൊണ്ടല്ലേ 25,000 കോടി രൂപയുടെ അധിക ബാധ്യത സംസ്ഥാനത്തിനുണ്ടായത്. ജീവനക്കാർക്ക് എതിർപ്പ് തോന്നിയാലും എനിക്കൊരു പ്രശ്നവുമില്ല, ഞാൻ പറയുന്നു അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. 5 വർഷ ശമ്പള പരിഷ്കരണം നമ്മൾ വലിയ പോരാട്ടം നടത്തി നേടിയെടുത്തതാണ്. അത് നടപ്പിലാക്കാൻ പാടില്ല. 10 വർഷത്തിലൊരിക്കൽ ശമ്പളം പരിഷ്കരിച്ചാൽ മതി എന്നാണ് BJPയുടെ മുഖമായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. അംഗീകരിച്ചു കൊടുക്കണോ? അവർ പറയുന്നത് എന്താണ്? കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ പരസ്യമായി പറയുകയാണ്, സ്ഥിര നിയമനങ്ങൾ വേണ്ട, താൽക്കാലിക നിയമനങ്ങൾ മതി, കരാർ നിയമനങ്ങൾ മതി, തസ്തികകൾ വെട്ടിക്കുറയ്ക്കണം, ഞങ്ങളെ കണ്ടുപിടിക്കൂ. ഞങ്ങൾ 10 ലക്ഷം ഒഴിവുകൾ ഉണ്ടായിട്ട് പോലും കേന്ദ്ര സിവിൽ സർവീസിൽ ഒരാളെ പോലും വയ്ക്കുന്നില്ല. ഈ ഗവൺമെന്റ്, പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് കഴിഞ്ഞ 7.5 വർഷക്കാലത്തിനിടയിൽ 2.25 ലക്ഷം പേരെയാണ് ഈ കൊച്ചു സംസ്ഥാനത്ത് പുതിയതായിട്ട് നിയമിച്ചത്. അവർ പറയുന്നത് നിങ്ങൾ എന്തിനാണ് നിയമിക്കുന്നത്? അതുകൊണ്ടല്ലേ ഈ ചെലവൊക്കെ വരുന്നത്. കരാർ അടിസ്ഥാനത്തിൽ ആളെ എടുത്താൽ മതി. അംഗീകരിച്ചു കൊടുക്കണോ? കൊടുക്കാൻ കഴിയില്ല. കേരളത്തിലെ ചെറുപ്പക്കാരുടെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ് കേരളത്തിന്റെ സിവിൽ സർവീസ്. അങ്ങനെ ഈ നാട്ടിലെ സാധാരണക്കാരനെ സംരക്ഷിക്കുകയാണ് ഈ ഗവൺമെന്റ്.